ശ്യാംകുമാർ, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ആരൊക്കെയാണ് പ്രതികൾ, ഒന്നാം പ്രതി മുതൽ ആറാം പ്രതി വരെ, ആ കൃത്യമായ വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലേ ശ്യാംകുമാർ? തീർച്ചയായും ഈ കേസിലെ പ്രതികൾ, എഫ്ഐആറിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതികളുടെ ഒന്നാം പ്രതി ശ്രേയ, രണ്ടാം പ്രതി നിർമ്മാതാവ് AK സുനിൽ, മൂന്നാം പ്രതി ബിനു, നാലാം പ്രതി ബഷീർ, അഞ്ചാം പ്രതി കുട്ടൻ, ആറാം പ്രതി സിനിമാ നടൻ നിവിൻ പോളി എന്നിവരാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ പരാതിക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തിരിക്കുന്നത്. ഏതായാലും ഇവർക്കെതിരായിട്ട് IPC 376, 354 ഇത് രണ്ടും ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങളാണ്. ഈ രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. പരാതി തിരുവനന്തപുരത്ത് പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും അത് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയുമായിരുന്നു. തുടർന്ന് FIR രജിസ്റ്റർ ചെയ്ത് ഊന്നുകലിൽ ചെയ്ത ശേഷം SITക്ക് കൈമാറിയതായിട്ടാണ് ഇപ്പോൾ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. തങ്ങൾക്ക് ഈ കേസിൽ പരാതിക്കാരിയുടെ വീട് ഊന്നുകലിലായതുകൊണ്ട് അവിടെ കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് മാത്രമാണ്, ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഈ ഊന്നുകൽ പോലീസ് സ്റ്റേഷൻ അധികൃതർ വ്യക്തമാക്കുന്നത്. ഏതായാലും 6 പ്രതികളിൽ ഒരാൾ നിർമ്മാതാവും ഒരാൾ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളായിട്ടുള്ള നിവിൻ പോളിയുമാണ് എന്നുള്ളത് FIRൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവർക്കെതിരായിട്ട് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നു. സംഭവം നടന്നത് കഴിഞ്ഞ നവംബറിലാണ്. വിദേശത്ത് വെച്ച് ഈ പെൺകുട്ടിയെ സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് വിദേശത്ത് കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് ഇരയുടെ മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ പ്രതികളായിരിക്കുന്നത്. ഇനി ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും, കേസ് SITക്ക് കൈമാറും. സ്വാഭാവികമായും നേരത്തെ തന്നെ സിനിമാ മേഖലയെ പിടിച്ചുകുലുക്കിയ ഒന്നിലധികം പരാതികൾ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷമായി കോടതിയുടെ മുന്നിലാണ്. അതിനിടയിലാണ് മലയാള സിനിമയിലെ യുവ നടന്മാരിൽ പ്രധാനപ്പെട്ട നിവിൻ പോളിക്കെതിരായിട്ട് പീഡന ആരോപണം ആയി ഒരു പെൺകുട്ടി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അതും സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ മൊഴി. ഇതിലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും മലയാള സിനിമയെ ആകെ പിടിച്ചുകുലുക്കിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഒന്നിനു പുറകെ ഒന്നായി മലയാളത്തിലെ പ്രധാനപ്പെട്ട നടന്മാർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ലൈംഗിക വൈകൃതങ്ങളുടെയും പീഡനങ്ങളുടെയും കഥകളാണ് പുറത്തേക്ക് വരുന്നത്. അത് പരാതികളായി വരുന്നത് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. മലയാള സിനിമയുടെ മുഖം നഷ്ടമായി നിൽക്കുന്ന ഈ സമയത്താണ് ഇപ്പോൾ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട യുവനടന്മാരിൽ ഒരാളായ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് വരുന്നത്. അത് ഇന്ത്യയിൽ വെച്ചല്ല, വിദേശത്ത് വെച്ച് നടന്ന ഒരു സംഭവത്തിലാണ് ഇപ്പോൾ പരാതിക്കാരി തിരുവനന്തപുരത്ത് പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. മലയാള സിനിമയുടെ മുഖം നഷ്ടമായ മറ്റൊരു പരാതി കൂടി രംഗത്ത് വന്നിരിക്കുന്നു. സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന, സിനിമാ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ, ചൂഷണങ്ങൾ എത്രത്തോളം വലുതാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പരാതി കൂടി വന്നിരിക്കുന്നത്. ഇതിൽ ഇനി നിവിൻ പോളി സ്വാഭാവികമായും ജാമ്യമില്ലാ ഉപ്രകാരം കേസായതുകൊണ്ട് കോടതിയെ സമീപിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനു മുൻപ് പരാതിക്കാരിയുടെ മൊഴി ഉൾപ്പെടെയുള്ള നടപടികൾ SITക്ക് രേഖപ്പെടുത്തേണ്ടി വരും. അവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടി വരും. നടപടിക്രമങ്ങൾ വലുതാണ്. ഏതായാലും മറ്റൊരു നടനെതിരെ കൂടി മലയാള സിനിമയെ പിടിച്ചുകുലുക്കിക്കൊണ്ട് ഒരു പീഡന പരാതി കൂടി പുറത്തു വന്നിരിക്കുന്നു. ശ്യാംകുമാർ, ഇപ്പോൾ മറ്റ് പരാതികൾ കൂടിയുണ്ട്. അതിലൊക്കെ അതിന്റെ നടപടിക്രമങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പൂർത്തിയാക്കുകയാണ്. മൊഴിയെടുപ്പ്, പ്രതികളൊക്കെ മുൻകൂർ ജാമ്യം തേടി കോടതിയിലേക്ക് പോകുന്നു. അപ്പോൾ വളരെ വേഗം തന്നെ ഇതിലും അടുത്ത നടപടി പ്രതീക്ഷിക്കാം അല്ലേ? ഇന്ന് രാവിലെ നമ്മൾ ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന G പൂങ്കുഴലിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കേസുകളിലൊന്നിലും തെളിവില്ലാത്ത കേസുകളല്ല. ഈ കേസുകളിൽ ശാസ്ത്രീയ തെളിവുകൾ പോലീസിന് ഇതിനകം തന്നെ പല കേസുകളിലും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ മുകേഷിൻ്റെതായാലും ബാബുരാജിൻ്റെതായാലും സിദ്ദിഖിൻ്റെതായാലും ഇടവേള ബാബുവിൻ്റെ കേസായാലും അങ്ങനെ ലഭിച്ചിരിക്കുന്ന പരാതികളിലൊക്കെ കേസുകളിൽ ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യം കോടതിയെ അറിയിക്കും. അതിനുശേഷം ഇവരുടെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് ഈ ജാമ്യ ഹർജിയെ എതിർക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന്റെ പരിധിയിലേക്ക്, അന്വേഷണ ടീമിലേക്ക് മറ്റൊരു കേസ് കൂടി വരുമ്പോൾ അതിലും പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇതേ നടപടിക്രമങ്ങൾ തന്നെയാകും പോലീസ് സ്വീകരിക്കുക. അപ്പോഴും അന്വേഷണ സംഘത്തിന് വിലങ്ങതടിയാകുന്നത് കോടതിയിൽ നിന്ന് ഈ നടന്മാരുടെ പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് നടപടി എടുക്കും എന്ന് അറിയുന്നതുവരെ ഇവരെ ആരെയും അറസ്റ്റ് ചെയ്യേണ്ട എന്ന് വാക്കാലുള്ള നിർദ്ദേശം ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജാമ്യമില്ലാ വകുപ്രകാരമുള്ള കേസായിട്ടും കയ്യെത്തും ദൂരത്തിൽ ഉണ്ടായിട്ടും ഇവരുടെയൊന്നും അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്കാണ് ഇപ്പോൾ യുവനടന്മാരിൽ പ്രധാനിയായ നിവിൻ പോളി വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ഏതായാലും കോടതിയിൽ നിന്ന് നിലവിൽ മറ്റ് പീഡനം
നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന നടന്മാർക്കെതിരെയുള്ള നടപടികളിൽ എന്ത് ഉത്തരവ് വരുന്നു എന്നതനുസരിച്ചായിരിക്കും സ്വാഭാവികമായും നിവിൻ പോളിയുടെ കേസിലും തുടർ നടപടികൾ ഉണ്ടാകുക. ഏതായാലും ഇതിനെ ശക്തമായി എതിർക്കും. ജാമ്യം ഒരിക്കലും ഇവർക്ക് ലഭിക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് പോകുമ്പോൾ കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് ഈ കേസുകളിൽ നിർണായകം തന്നെയാണ്. അതിനുശേഷമാകും അന്വേഷണ സംഘം ഈ കേസിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ, പിന്നീട് റിമാൻഡിലേക്ക്, ജയിലിലേക്ക്. മലയാള സിനിമയെ ഒരുപക്ഷെ ദിലീപിന്റെ കേസിന് ശേഷം കൂട്ടത്തോടെ സിനിമാ നടന്മാർ ജയിലിലേക്ക് പോകുമോ എന്നുള്ളത് പോലും അവർക്കിടയിൽ ഒരു പേടിയായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ പരാതിയുള്ള നടന്മാരെല്ലാവരും മുൻകൂർ ജാമ്യവുമായി ഹൈക്കോടതിയിലും കീഴ്ക്കോടതികളിലും ഒക്കെ പോയിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിലാണ് യുവ നടന്മാരിലെ സൂപ്പർ താരമെന്ന് അറിയപ്പെടുന്ന നിവിൻ പോളിക്കെതിരെ ഒരു പീഡന പരാതി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്, പരാതി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ജയിലിൽ പോകാതിരിക്കാനാണ് ഈ നടന്മാരെല്ലാം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനിടയിൽ ഇനി ഈ പെൺകുട്ടിയുടെ മൊഴി നിർണായകമാണ്. വൈദ്യപരിശോധന, മജിസ്ട്രേറ്റിന് മുന്നിൽ 164 മൊഴി രേഖപ്പെടുത്തൽ, തുടർ നടപടികൾ എല്ലാം ഉണ്ടാകുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അന്വേഷണ സംഘം മുന്നോട്ട് പോകുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുതിയൊരു ആരോപണം, അത് നൽകിയ ഊർജ്ജത്തിൽ മറ്റൊരു പെൺകുട്ടി കൂടി തനിക്ക് നേരിട്ട ദുരനുഭവം തുറന്നു പറയുകയും അത് പരാതിയായി നൽകി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. മലയാള സിനിമയുടെ മുഖം ഈ അടുത്ത കാലത്തൊന്നും വികൃതമാകാത്ത രീതിയിൽ വികൃതമായ സമയത്താണ് പുതുനിര നടന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടനെതിരെ പീഡന പരാതി രംഗത്ത് വന്നിരിക്കുന്നത്. ശ്യാംകുമാർ തുടരുക. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിവിൻ പോളിക്കെതിരെ പീഡനക്കേസ് എന്നതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. നിവിൻ പോളിയെ 6ാം പ്രതിയാക്കിയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിരിക്കുന്നത്. യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നാണ് അറിയാൻ കഴിയുന്നത്. 6 പേർ ഇതിൽ പ്രതികളായിട്ടുണ്ട്. അതിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. പ്രേക്ഷകർ ഈ വിഷയങ്ങളിൽ പല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. റീന സതീശൻ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ സാഹചര്യം ആരൊക്കെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നതടക്കം സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാത്തിൻ്റെയും സത്യാവസ്ഥ അറിയണം, തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കണം, നിരപരാധിയാണേലും അതും പുറത്തു വരണം. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഈ സിനിമാ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. വിഷ്ണു സുരേഷ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. വിഷ്ണു, ഈ 6 പ്രതികളുടെയും പേര് വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ പരാതിയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതായി അറിയാൻ കഴിയുന്നുണ്ടോ വിഷ്ണു? ഉന്മേഷ, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെയാണ് ഈ പെൺകുട്ടി പരാതി നൽകിയത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഊന്നുകൽ പോലീസിന് കാര്യമായ ധാരണയില്ല ഈ പരാതിയുമായി ബന്ധപ്പെട്ട്. പെൺകുട്ടി ഇവിടെ നേര്യമംഗലം സ്വദേശിയാണ്. അതുകൊണ്ടാണ് ഊന്നുകൽ പോലീസിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യുകയും അവിടെ കേസെടുക്കുകയും ചെയ്തത്. ഇനി ഇതിന്റെ തുടർ നടപടി എന്നുള്ളതും SIT തന്നെയായിരിക്കും ഈ കേസിൽ തുടരന്വേഷണം നടത്തുക. ഈ പരാതിയുടെ ഒരു ആകെ സമഗ്ര ഭാഗം ഇങ്ങനെയാണ്. കഴിഞ്ഞ നവംബറിൽ വിദേശത്ത് വെച്ച ഈ പെൺകുട്ടിക്ക് അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പരാതിയുടെ ഒരു അടിസ്ഥാനവും പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ആക്ഷേപവും. ഈ പരാതിയാണ് നിലവിൽ SIT ടീം പരിശോധിക്കുകയും ഈ പെൺകുട്ടിയുടെ മൊഴിയടക്കം പ്രാഥമികമായി രേഖപ്പെടുത്തുകയും ചെയ്തത്. അതിനുശേഷമാണ് കേസ് ഇങ്ങോട്ടേക്ക് കൈമാറിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഒരു ഘട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം കേസെടുക്കാൻ നിർദ്ദേശിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയുമാണ്. ഈ കേസിൽ ആകെയുള്ളത് 6 പ്രതികളാണ്. അതിൽ 6ാം പ്രതി നിവിൻ പോളി എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം 2ാം പ്രതി ഒരു നിർമ്മാതാവാണ്. 1ാം പ്രതി ശ്രേയ എന്ന് പറയുന്ന ഒരാളാണ്. 3ാം പ്രതി ബിനു, 4ാം പ്രതി ബഷീർ, 5ാം പ്രതി കുട്ടൻ. ഇവരുടെ പശ്ചാത്തലം കൂടി പോലീസ് വിശദമായി പരിശോധിച്ച് വരികയാണ്. ഒരുപക്ഷെ ഇത്രയും നാളുകൾ, ഇപ്പൊ ഏകദേശം 18ലധികം കേസുകൾ SIT രജിസ്റ്റർ ചെയ്തെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതികളുള്ള കേസ് ഇതായി മാറുകയാണ്. നേരത്തെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെയുള്ള കേസിലാണ് 2 പ്രതികൾ ഉണ്ടായത്. ബാക്കി കേസുകളിലെല്ലാം 1 പ്രതികൾ വീതമാണ് ഉണ്ടായത്. ഈ കേസിൽ 6 പേർ ഉണ്ടായിരിക്കുന്നു. അതിൽ 6ാം പ്രതി മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടൻ, അത് നിവിൻ പോളിയാണ്. 2ാം പ്രതി AK സുനിൽ, തൃശൂർ സ്വദേശിയായ പ്രൊഡ്യൂസറാണ്. ഇതിൽ വിശദമായ അന്വേഷണം SIT ആരംഭിക്കും. അന്വേഷണത്തിന്റെ ഘടന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാഥമികമായി പെൺകുട്ടിയുടെ മൊഴി ഒരിക്കൽ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തും. ഒപ്പം എവിടെയാണ് ഈ സംഭവം നടന്നത് എന്നുള്ളത് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും 164 പ്രകാരം രഹസ്യമൊഴി രേഖപ്പെടുത്തുക. അതിനുശേഷമായിരിക്കും പ്രതികളിലേക്കുള്ള അന്വേഷണത്തിലേക്ക് കടക്കുക. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് 6ാം പ്രതിയാക്കിയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്യാംകുമാറും വിഷ്ണു സുരേഷും.